നിലപാട് മാറ്റിയാൽ കൂടെ കൂട്ടാന്നുള്ളതാണ്. ആര്യാ കൂട്ടാ? സതീശനെ കൂട്ടും. RSS മാറ്റിയാലും നിലപാട് കൂട്ടും. RSS നിലപാട് മാറ്റിയാലും ആരായാലും കൂട്ടും. നിലപാടും രാഷ്ട്രീയം തന്നെയാണ് പ്രശ്നം, അല്ലാണ്ട് വേറെ എന്താ വ്യക്തിപരമായ വിരോധം ഉണ്ടായിരുന്നെങ്കിലും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നിലപാട് മാറ്റിയാൽ RSS അടക്കം ആരെയും കൂടെ കൂട്ടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യൂസ് 18നോട്. PDP പഴയ PDP അല്ല, ഇടതുപക്ഷത്തിന് ചേരുന്ന നിലപാടിലേക്ക് PDP മാറിയെന്ന് MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFന് തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പുമായി ഒരു വിഭാഗം സമസ്ത നേതാക്കൾ. സുന്നി വോട്ടിൽ വിള്ളലുണ്ടാകുമെന്ന് ലീഗ് വിരുദ്ധപക്ഷം. വിമർശനം തള്ളി മുസ്ലിം ലീഗ്. UDFന്റെയും ലീഗിന്റെയും നയരൂപീകരണം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് M സ്വരാജ്. തീപിടിച്ച കപ്പലിന്റെ രക്ഷാപ്രവർത്തനം ദുർഘടം. കടലിലേക്ക് കപ്പൽ കൂടുതൽ ചെരിയുന്നതും കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്നതും പ്രതിസന്ധി. ഇന്ധന ടാങ്കിലേക്ക് തീ പടരുമെന്നതും ആശങ്ക. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരം. കടലിൽ വീണ കണ്ടെയ്നറുകൾ കൊച്ചി കോഴിക്കോട് തീരങ്ങളിൽ അടിഞ്ഞേക്കും. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. 3 ജീവനക്കാരികളുടെ അക്കൗണ്ടിലേക്ക് ഒരു വർഷത്തിനിടെ എത്തിയത് 66 ലക്ഷം രൂപ. 2024 ശേഷമുള്ള ഇടപാടുകൾ പരിശോധിച്ച് പോലീസ്. അഹാനയോട് കുറ്റം സമ്മതിച്ചതിന് പിന്നാലെ ജീവനക്കാർ മുങ്ങിയെന്ന് സൂചന. ശ്രീചിത്ര ആശുപത്രിയിലെ പ്രതിസന്ധി പരിഹരിച്ചു. കാത്ത് ലാബിലേക്കുള്ള ഉപകരണങ്ങൾ എത്തിച്ചത് അമൃത് ഫാർമസി വഴി. മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ ഒരാഴ്ചയ്ക്കകം നടത്തും.